തെക്കൻ കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പ്രായമായ ജാനകി അമ്മ ഒറ്റയ്ക്ക് താമസിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളും ഏകാന്തതയും അവരെ വല്ലാതെ തളർത്തിയിരുന്നു. ഒരു കാലത്ത് ഗ്രാമത്തിലെ കാരണവതിയായിരുന്ന അവർക്ക് ഇന്ന് ഓർമ്മകൾ മാത്രമായിരുന്നു കൂട്ട്. പ്രിയപ്പെട്ട ഭർത്താവും മക്കളും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞതോടെ ജീവിതം അവർക്ക് ഒരു അനുഷ്ഠാനം പോലെയായിരുന്നു. മരണം കാത്തിരുന്നൊരനുഷ്ഠാനം. ഒരു ദിവസം ജാനകി അമ്മയ്ക്ക് ഒരു അപ്രതീക്ഷിതമായ കത്ത് ലഭിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നാട് വിട്ടുപോയ അവരുടെ ചെറുമകൻ അരുൺ അയച്ചതായിരുന്നു അത്. നഗരത്തിലെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് അവധിയെടുത്ത് അമ്മുമ്മയെ കാണാൻ വരുന്നുണ്ടെന്ന് അവൻ എഴുതിയിരുന്നു. ഓർമ്മകൾ പതിയെ മാഞ്ഞു തുടങ്ങിയ ജാനകി അമ്മയുടെ മനസ്സിൽ ആ കത്ത് ഒരു മിന്നൽ പിണർ പോലെ വെളിച്ചം വീശി. അരുൺ എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ ജാനകി അമ്മ വീടും പരിസരവും വൃത്തിയാക്കി. പഴയ ഓർമ്മകളിൽ തപ്പിയെടുത്ത് ചെറുമകന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. അവരുടെ ദാസൻ എന്ന വിശ്വസ്തനായ സഹായിയാണ് അവർക്ക് എല്ലാത്തിനും കൂട്ടായി ഉണ്ടായിരുന്നത്. ദാസനും ജാനകി അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി. ദൂരെ നിന്ന് ഒരു കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ജാനകി അമ്മയുടെ ഹൃദയം വേഗമായി മിടിച്ചു. ഗേറ്റ് തുറന്ന് ചിരിച്ചുകൊണ്ട് അരുൺ അകത്തേക്ക് വന്നു. കാലം അവനെ ഒരുപാട് മാറ്റിയിരുന്നു. എങ്കിലും ആ സ്നേഹത്തോടെയുള്ള വിളി കേട്ടപ്പോൾ ജാനകി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മുമ്മേ. അരുണിൻ്റെ വരവ് ജാനകി അമ്മയുടെ ജീവിതത്തിൽ പുതിയൊരു ഉണർവ് നൽകി. അവർ പഴയ കഥകൾ പറഞ്ഞു, ചിരിച്ചു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അരുൺ തൻ്റെ നഗരത്തിലെ ജീവിതത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും സംസാരിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം അരുണിന് ഒരു ഫോൺ വന്നു. അവൻ്റെ കമ്പനിയിൽ ഒരു വലിയ പ്രശ്നമുണ്ടെന്നും ഉടൻ തിരികെ എത്തണമെന്നും അറിയിച്ചു കൊണ്ടുള്ളതായിരുന്നു ആ വിളി. പോകാൻ മനസ്സില്ലെങ്കിലും പോകാതിരിക്കാൻ അരുണിന് കഴിയില്ലായിരുന്നു. യാത്രയുടെ തലേന്ന് രാത്രി ജാനകി അമ്മയും അരുണും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഓർമ്മകൾക്ക് ജീവനില്ലെന്നും ഇപ്പോൾ അവശേഷിക്കുന്നത് ഏകാന്തത മാത്രമാണെന്നും ജാനകി അമ്മ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. യാത്രയുടെ ദിവസം രാവിലെ അരുൺ അമ്മുമ്മയുടെ അനുഗ്രഹം വാങ്ങി. ഗേറ്റ് കടന്ന് കാറിൽ കയറിയപ്പോൾ ജാനകി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാർ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നതുവരെ അവർ നോക്കി നിന്നു. അരുൺ പോയതിനു ശേഷം ജാനകി അമ്മ വീണ്ടും ഏകാന്തതയിലേക്ക് വഴുതി വീണു. പക്ഷേ ഈ തവണ അവരുടെ ഏകാന്തതയ്ക്ക് ഒരു ഭാരം കൂടി ഉണ്ടായിരുന്നു: അരുണിൻ്റെ ഓർമ്മ. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു വൈകുന്നേരം ദാസൻ പതിവ് പോലെ ചായയുമായി ജാനകി അമ്മയുടെ മുറിയിലേക്ക് വന്നു. വിളിച്ചിട്ട് അനക്കമില്ലാത്തതുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നു. ജാനകി അമ്മ കസേരയിൽ ചാരിയിരുന്ന് കണ്ണടച്ചിരുന്നു. അവരുടെ മുഖത്ത് ഒരു ശാന്തത തളം കെട്ടിയിരുന്നു. അവരുടെ കയ്യിൽ ഒരു കടലാസ് ക്ഷണം ഉണ്ടായിരുന്നു. ദാസൻ ആ കടലാസ് എടുത്തു വായിച്ചു. അത് അരുൺ അവസാനമായി വന്നപ്പോൾ ജാനകി അമ്മയ്ക്ക് കൊടുത്ത ഒരു കുറിപ്പായിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അമ്മുമ്മയുടെ സ്നേഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. അടുത്തുള്ള ജനലിലൂടെ ദൂരേക്ക് നോക്കിയ ദാസൻ ഒരു നിമിഷം സ്തംഭിച്ചു. ദൂരെ വളഞ്ഞു പൊളഞ്ഞ ഗ്രാമീണ പാതയിൽ നിന്ന് ഒരു പുക ഉയരുന്നുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഗ്രാമത്തിൽ പരിഭ്രാന്തമായ സംസാരങ്ങൾ ഉയർന്നു. അരുണിൻ്റെ കാർ ഒരു അപകടത്തിൽപ്പെട്ടെന്നും അവൻ തൽക്ഷണം മരിച്ചുവെന്നും ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ജാനകിയമ്മ തൻ്റെ മരണം കാത്തിരുന്ന ആ വൃദ്ധ ഒരുപക്ഷെ ആ യാഥാർത്ഥ്യം അറിഞ്ഞില്ല. അല്ലെങ്കിൽ ആ സ്നേഹനിമിഷങ്ങളുടെ ഓർമ്മയിൽ അവർ ആ ദുഃഖത്തെ അതിജീവിച്ചിരിക്കാം. ആ ഗ്രാമം പിന്നീട് ആ മുത്തശ്ശിയുടെയും ചെറുമകൻ്റെയും ഓർമ്മകൾക്ക് സാക്ഷിയായി നിശബ്ദമായി നിലകൊണ്ടു. മരണം കാത്തൊരു യാത്രയുടെയും സ്നേഹത്തിൻ്റെ തീവ്രതയുടെയും ഓർമ്മപ്പെടുത്തലായി.